കാലത്തിന് മുന്നേ സഞ്ചരിച്ച വാക്കുകൾ. പുള്ളി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നിന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് നേട്ടമുണ്ടാവും, ഇന്നിന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ പിന്നോട്ട് പോകും. 4 കോർപ്പറേഷന്റെ പേര് സതീശിനെ എടുത്തു പറയുന്നുണ്ട്. കൊല്ലം, എറണാകുളം, കൊച്ചി, തൃശൂർ, കണ്ണൂർ ഞങ്ങൾ നിലനിർത്തും, മറ്റേ 3 ഞങ്ങൾ ജയിക്കും. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഞങ്ങൾ നില മെച്ചപ്പെടുത്തും. കറക്റ്റ് അല്ലേ? അതുപോലെ തന്നെ സംഭവിക്കും. 4 ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇപ്പോ ഞാൻ പേര് പറഞ്ഞാൽ ശരിയല്ലല്ലോ. 2 സ്ഥലത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് വരും. അത് ജയത്തിലേക്ക് വേണേ പോവാം. ജില്ലാ പഞ്ചായത്ത് 8-9 ഏതാന്ന് ചോദിക്കരുത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു ബിജെപിയുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. അത്രയും കഠിനാധ്വാനിയായിട്ടുള്ള ഒരാളാണ്. ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആളെ കൂടെ പാർട്ടിയുണ്ട്, കോൺഗ്രസ് കൂടെ ഉണ്ട്. അതെനിക്കറിയില്ല. നമ്മള് ലീഡർഷിപ്പിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ ഒട്ടും വേട്ടയാടിയിട്ടില്ല. അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരനെ പോലെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാതെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മത്സരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയെന്നാണ് പറഞ്ഞത്. നിർബന്ധമായിട്ട് മത്സരിക്കണം, അദ്ദേഹം മത്സരിച്ചാൽ ജയിക്കും എന്ന് പറഞ്ഞ ആള് ഞാനാണ്. കാര്യം വ്യക്തമാവുമല്ലോ. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ CPMന്റെ കയ്യിൽ നിന്ന് പോകണം, അത് BJPക്ക് കിട്ടിയാലും വേണ്ടില്ല എന്നിടത്തേക്ക് കോൺഗ്രസ് എത്തി എന്നുള്ളത് കണക്ക് സഹിതം വ്യക്തമാണ്. BJPയുടെ കുറെ വോട്ട് കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നൊരു കാഴ്ചപ്പാടിൽ ഒരു കാലഘട്ടത്തിൽ എന്തായാലും വിരോധമില്ല. നമ്മളേതായാലും ജയിക്കാൻ പോകുന്നില്ല, പിന്നെ എന്തിനാ വോട്ട് കളയണത്? കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കണം.